ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാനൊരു ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ പനിയാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്നും ദോശ തന്നെ ഉണ്ടാക്കാതെ നമ്മൾ ദോശമാവ് കൊണ്ട് ഇതുപോലെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പി ഉണ്ടാക്കാം. ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ദോശമാവ് ബാക്കി വരുന്ന സമയത്ത് നമ്മൾ വൈകുന്നേരം ഇത് സ്നാക്കായിട്ടും ഉണ്ടാക്കാം. ഇത് വളരെ സോഫ്റ്റായിട്ടും ഇതിനകത്ത് ഒരുപാട് വെജീസും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് കുട്ടികൾക്കൊക്കെ സ്നാക്ക് ബോക്സിൽ ഒരു വെറൈറ്റി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കണമെന്ന് തോന്നുവാണെങ്കിൽ ഇതുപോലെ ബട്ടർ പനിയാരം ഉണ്ടാക്കി കൊടുക്കാം. എന്നാൽ പിന്നെ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അതിനായി നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കാം. അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിൽ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ്, 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ജീരകം ഇടാം. ഇതൊന്ന് പൊട്ടിയതിന് ശേഷം നമ്മൾ അതിലേക്ക് 1/2 കപ്പ് അരിഞ്ഞ സവാളയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് കളർ മാറി സോഫ്റ്റ് ആകുന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് അരിഞ്ഞ ക്യാപ്സിക്കം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ് ഒരു 1/2 കപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഇതൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ ഒരുപാട് വെജിറ്റബിൾസ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് ഇതിൽ നമ്മൾ 1/4 കപ്പ് വേവിച്ച സ്വീറ്റ് കോൺ, ആവശ്യത്തിന് ഉപ്പ്, 1-2 അരിഞ്ഞ പച്ചമുളക്, 2-3 ടേബിൾ സ്പൂൺ മല്ലിയിലയും കൂടെ ചേർത്ത് ഇത് നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. കുട്ടികൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ വേണമെങ്കിൽ നമുക്ക് പച്ചമുളക് സ്കിപ്പ് ചെയ്യാം. ഇതൊന്ന് നമുക്ക് 2 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമ്മളിത് 3 കപ്പ് ദോശമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഒരുപാട് വെജിറ്റബിൾസ് അടങ്ങിയ ഒരു പനിയാരമാണ്. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് ഒരു 20 ഗ്രാം ബട്ടർ, റൂം ടെമ്പറേച്ചറിൽ വേണം നമ്മൾ ബട്ടർ എടുക്കേണ്ടത്, അതും കൂടെ ഇതിനകത്തിട്ട് ചേർത്ത് കൊടുക്കാം. ബട്ടർ റൂം ടെമ്പറേച്ചർ ആയതുകൊണ്ട് ഇത് മാവിനകത്ത് നല്ലതുപോലെ മിക്സ് ആകും. ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ദോശമാവിൽ ഒരുപാട് വെജീസും അതുപോലെ നല്ല ബട്ടറിൻ്റെ ടേസ്റ്റും ഫ്ലേവറും കൂടി ചേരുമ്പോൾ പണിയാരത്തിന് നല്ല ടേസ്റ്റാണ്. ഇതിനൊരു ഇഡ്ലി മാവിൻ്റെ കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇപ്പം ബാറ്റർ തയ്യാറായി. നമ്മൾ എന്നിട്ട് അപ്പച്ചട്ടിയിൽ 1 ടീസ്പൂൺ എണ്ണ വീതം ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയുടെ ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓൾറെഡി ആ ദോശമാവിൽ ബട്ടർ ഒഴിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വളരെ കുറച്ച് എണ്ണ മതി. എണ്ണ ചൂടായതിന് ശേഷം നമ്മൾ തയ്യാറാക്കിയ മാവിൻ്റെ മിക്സ് ഇതിൽ ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്കൊക്കെ ഇതുപോലെ നമ്മൾ ഉണ്ടാക്കി ബോക്സിൽ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് വളരെയധികം ഹാപ്പിയാകും. ഇത് നമുക്കൊന്ന് അടച്ച് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്യാം. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയതിനു ശേഷം നമുക്ക് മറിച്ചിടാം. ഇത് നമുക്ക് തേങ്ങാ ചട്നിയായിട്ടോ ടൊമാറ്റോ ചട്നിയായിട്ടോ കഴിച്ചാൽ അടിപൊളിയാണ്. ഇത് പുറത്തിൽ നിന്ന് കുറച്ച് ക്രിസ്പായിട്ടും അകത്തിൽ നിന്ന് കുറച്ച് സോഫ്റ്റ് ആയിട്ട് ഇരിക്കും. അങ്ങനെ നമ്മുടെ എല്ലാ പനിയാരവും റെഡി ആയിട്ടുണ്ട്. ഗോൾഡൻ കളറും വന്നിട്ടുണ്ട്. അടിപൊളി ബട്ടർ പനിയാരം തയ്യാറായി. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. ലൈക്കും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എന്നാൽ വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം സിമ്പിൾ കുക്കിംഗ് ലാബ്.